എൻസൈക്ലിയ എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് ചാക്രിക ലേഖനം എന്ന പദത്തിൻ്റെ ഉത്ഭവം. എൻസൈക്ലിക്കൽ എന്നതിൻ്റെ മലയാള വിവർത്തനമാണ് ചാക്രിക ലേഖനങ്ങൾ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാക്രിക ലേഖനങ്ങൾ സഭയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. സഭാസമൂഹങ്ങളുടെ അനുദിന ജീവിതത്തിലും വളർച്ചയിലും പ്രധാന പങ്കുവഹിച്ചിരുന്നവയായിരുന്നല്ലോ അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ. പുതിയ നിയമത്തിലെ ലേഖനങ്ങളെല്ലാം ശ്ലൈഹിക പ്രബോധനങ്ങളായിരുന്നു. അവയുടെ തുടർച്ചയായിട്ടാണ് മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങളെ കാണേണ്ടത്. ആദിമ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് ഈശോയെക്കുറിച്ച് ഉയർന്നു വന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള മറുപടി എന്ന നിലയിലും ക്രിസ്തീയതയ്ക്ക് അനുസൃതമായ ജീവിതശൈലി രൂപപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ചുമുള്ള പ്രബോധനമെന്ന നിലയിലായിരുന്നു അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങൾ രൂപപ്പെട്ടത്. ഈ സ്വാധീനത്തിൽ നിന്നാണ് ചാക്രിക ലേഖനങ്ങൾ മാർപ്പാപ്പമാർ പുറപ്പെടുവിച്ചു തുടങ്ങിയത്. സാർവത്രിക സഭയ്ക്ക് മുഴുവനും വേണ്ടിയാണ് ചാക്രിക ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങളുടെ ഒരു രൂപം മാത്രമാണ് ചാക്രിക ലേഖനങ്ങൾ. ശ്ലൈഹിക പ്രബോധനങ്ങൾ, ശ്ലൈഹിക രേഖകൾ, ശ്ലൈഹിക ലേഖനങ്ങൾ എന്നിവയാണ് മറ്റുള്ളവ. ഈ 4 പ്രബോധനങ്ങളിലും വച്ചേറ്റവും പ്രധാനപ്പെട്ടത് ചാക്രിക ലേഖനങ്ങളാണ്. 18-ാം നൂറ്റാണ്ടിൽ ബെനഡിക്ട് 14-ാമൻ പാപ്പയുടെ കാലം മുതൽക്കാണ് ചാക്രിക ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. സാർവത്രിക സഭയ്ക്കുള്ള പ്രബോധനങ്ങളായിട്ടാണ് ചാക്രിക ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതെങ്കിലും അവ കത്തോലിക്ക സഭയ്ക്ക് മാത്രമായിട്ടുള്ളവയല്ല എന്നതാണ് വാസ്തവം. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളവയാണ് പല ചാക്രിക ലേഖനങ്ങളും. അവയിൽ തന്നെ പ്രധാനപ്പെട്ടവയാണ് ജോൺ 23-ാമൻ പാപ്പയുടെ ഭൂമിയിൽ സമാധാനം, ലയോ 13-ാമൻ പാപ്പയുടെ റേരും നോവാരും, പോൾ 6-ാമൻ പാപ്പയുടെ ഹ്യൂമാനെ വിത്തെ എന്നിവ. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് റേരും നോവാരും. ഇവയ്ക്കെല്ലാം ഒപ്പം പ്രധാനപ്പെട്ട ചാക്രിക ലേഖനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൗദാത്തോ സി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 2ാമത്തെ ചാക്രിക ലേഖനമാണ് ലൗദാത്തോ സി. നമ്മുടെ പൊതുഭവനത്തിനായുള്ള കരുതലിനെ കുറിച്ചുള്ളതാണ് എന്നതാണ് ഇതിന്റെ ഉപശീർഷകം. 2015 ജൂൺ 18 ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനത്തിനൊപ്പമാണ് ഈ ചാക്രിക ലേഖനം ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചത്. ഇറ്റാലിയൻ, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്, പോളിഷ്, പോർച്ചുഗീസ്, അറബിക് ഭാഷകളിലും ചാക്രിക ലേഖനം പുറത്തിറങ്ങി. 2013 പ്രസിദ്ധീകരിച്ച ലൂമെൻ ഫിതൈ വിശ്വാസത്തിന്റെ വെളിച്ചമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം. എന്നാൽ അത് പ്രധാനമായും ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ ആശയങ്ങളായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരിൽ അത് പ്രസിദ്ധീകരിച്ചുവെന്നേയുള്ളൂ. ഇക്കാരണത്താൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശയങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ആദ്യത്തെ ചാക്രിക ലേഖനം ലൗദാത്തോ സിയാണെന്ന് പറയാം. പരിസ്ഥിതി തകർച്ചയെയും ആഗോളതാപനത്തെയും കുറിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്.